ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ അപ്പേട്ടൻ്റെ കല്യാണം കൂടാൻ പോവാണ്. നമ്മൾ റെഡിയോ എല്ലാം കഴിഞ്ഞ് അച്ഛൻ്റെ വീടും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ എന്തെടുത്ത് കൊടുത്താലും ബോധിക്കില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അധികം താമസിക്കാതെ നമ്മൾ നേരെ കല്യാണ വീട്ടിലേക്ക് വന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കാണെങ്കിൽ അപ്പേട്ടൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുമായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം നോക്കുന്നു. അപ്പേട്ടനാണ് നല്ല രീതിക്ക് സ്ലോ മോഷൻ ഇടാനും ആറ്റിറ്റ്യൂഡ് ഇടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അത് കണ്ട് ബോറടിച്ചപ്പോൾ നമ്മൾ ബിനിയമേനെ കണ്ടു. ഇതാണ് നമ്മുടെ കല്യാണച്ചെറുക്കൻ്റെ അമ്മ. ബിനിയമേ ഇപ്പോൾ സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഫൈനൽ ടച്ചിന് വേണ്ടി പോകണം. അപ്പോൾ അവിടെ നിന്നപ്പോൾ അജയച്ചിൻ്റെ സിന്ധുവിൻ്റെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് വന്ന് കയറി നമ്മളും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദക്ഷിണയുടെ സെക്ഷനായി. അപ്പോൾ എന്നെ കുനിയാൻ തീരെ പറ്റുന്നില്ലായിരുന്നു. പകുതി കുനിഞ്ഞൊക്കെയാണ് അനുഗ്രഹമൊക്കെ മേടിക്കുന്നത്. പിന്നെ നമ്മൾ നാമമൊക്കെ ചൊല്ലി നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ കുടുംബത്തിൽ എന്ത് നല്ല കാര്യം നടന്നാലും ഗുരുമന്ദിരത്തിൽ കയറി ഒന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഒരു കാര്യത്തിലും പോകാറില്ല. അപ്പോൾ ദാ അവരിറങ്ങി കാണിക്കുകയൊക്കെ ഇട്ടു. ഇനി നമ്മൾ നേരെ പോവാണ്. അങ്ങനെ നമ്മളൊരു 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ദാ സിൽവർ പാലസ് ഓഡിറ്റോറിയത്തിലെത്തി. ചങ്ങനാശ്ശേരിയിലായിരുന്നു കല്യാണം. ഞങ്ങൾ ചെക്കൻകൂട്ടരെ വരവേൽക്കാനായിട്ട് അവർ പഞ്ചാരിമേളമൊക്കെ ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് കുറേ നേരം നമ്മളവിടെ വന്നു. പിന്നെ നമ്മൾ നേരെ പോയി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. കാരണം ചൂടായതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ പയ്യനെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലെ സെറ്റിങ്സ് ആണെങ്കിലും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഉള്ളിലെ ഡെക്കറേഷനും ഒക്കെ നല്ലായിരുന്നു. പിന്നെ ശാന്താമ്മ ശൈലാമ്മ എന്താ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ എൻട്രി ഒക്കെ വന്നു. ഇന്ന് നീറ്റ് എക്സാം ആയതുകൊണ്ട് നമ്മുടെ കസിൻസ് ഗാങ്ങിലെ കുറച്ച് പിള്ളേർക്ക് എക്സാം എഴുതാൻ പോയതുകൊണ്ട് ഞാനും ഇവരും തന്നെ ആയിപ്പോയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബോറിംഗ് ആയിരുന്നു. ആരും നമ്മൾ കെട്ട് കാണാനായിട്ട് ഫ്രണ്ടിൽ പോയി നിന്നെങ്കിലും ക്യാമറാമാൻ കാരണം ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ കല്യാണം കഴിഞ്ഞു ഗായ്സ്. പേട്ടൻ്റെ കല്യാണം, ഉണ്ണിക്കോച്ചിൻ്റെ കല്യാണമൊക്കെ നമ്മുടെ ഫാമിലി നോക്കിയിരിക്കുന്ന കല്യാണമുണ്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കല്യാണമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ആദ്യത്തെ പന്തി തന്നെ സീറ്റ് പിടിക്കുന്നുള്ളവരൊക്കെ ആ വേഗം പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ധൃതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. നമ്മളവിടെ ഇരുന്ന് കുറച്ച് നേരം അവരുടെ ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ ഉണ്ട്. ഇതാണ് വിളക്ക് വാങ്ങുന്ന ചടങ്ങ്. അങ്ങനെ നമ്മുടെ അപ്പേട്ടനൊരു ഉത്തമ ഭർത്താവായി ഗായ്സ്. ഇതാണ് ഓഡിറ്റോറിയം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു 1000-1500 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാൻഡ് ഓഡിറ്റോറിയമാണ്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. കുറച്ച് നാൾ കൂടിയാണ് നമ്മൾ നല്ലൊരു കല്യാണം കൂടുന്നത്. അതുകൊണ്ട് തന്നെ സദ്യ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി. സാമ്പാറും കാളനും മോരും ഒക്കെ ഉണ്ടായിരുന്നു. പഴം പായസം, കൂടെ ബോളിയും പാൽപ്പായസം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിനി കുറച്ച് നേരം വെളിയിൽ നിന്ന് അവിടെ വന്നപ്പോഴാണ് കുട്ടായച്ചൻ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഫോണിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്നെ എടുക്കടി എന്ന് പറഞ്ഞത്. പിന്നെ കുട്ടായച്ചനെയും ചാച്ചനെയൊക്കെ നമ്മൾ വീഡിയോയിലെടുത്തു. ഇപ്പം നമ്മൾ പയ്യെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. കാരണം 4 മണിക്കാണ് ഗൃഹപ്രവേശം. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് എത്തണം. തിരിച്ചു പോരുന്ന വഴിക്ക് എല്ലാവരും തുള്ളി മറിഞ്ഞാണ് എത്തിയത്. നമ്മൾ വീട്ടിലെത്തി കുറച്ച് നേരം ചുമ്മാ ഇരുന്നു. കാരണം എല്ലാവരും അടുത്ത് പണ്ടാരടങ്ങിയത്. ഇതാണ് ഗൈസ് നമ്മുടെ നെക്സ്റ്റ് കല്യാണ ചെറുക്കൻ. ഇനി പെണ്ണിനെയും ചെറുക്കനെയും സ്വീകരിക്കാനായിട്ട് ഇതാ എല്ലാം റെഡി ആയി. അപ്പോഴത്തേക്കും എന്താ അവരെത്തി. വിളക്കൊക്കെ വാങ്ങിച്ച് ആരതി ഒഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവാണ്. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.